Hello everyone, my name is Chandan and welcome to For the Enthusiast. ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ചും ഐസി എഞ്ചിൻ വാഹനങ്ങളെക്കുറിച്ചും ഒക്കെ കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ചൊരു ക്രാഷ് കോഴ്സ് നന്നായിരിക്കും. നമ്മൾ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പോകുന്നു, ചെറിയ ചെറിയ മോഡ്യൂൾസ്, എന്താണ് ഇലക്ട്രിക് വെഹിക്കിൾസ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ സിസ്റ്റംസ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോ സീരീസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പഴയകാല ഐസി എഞ്ചിൻ വാഹനങ്ങളിൽ ഒരു 6 വോൾട്ടിൻ്റെ ഒരു ആർക്കിടെക്ചറായിരുന്നു. അപ്പോൾ 6 വോൾട്ടിൻ്റെ ഒരു വയറിംഗ് ഹാർനസ് ആ വാഹനത്തിനകത്ത് മൊത്തമായിട്ട് ഉപയോഗിച്ചിരുന്നു. പിന്നീട് നമുക്ക് പവറിന് റിക്വയർമെൻറ്റ് കൂടിയപ്പോൾ നമ്മൾ കൂടുതൽ വോൾട്ടേജ് ഉള്ള ഒരു ആർക്കിടെക്ചറിലേക്ക് പോയി. അതാണ് 12 വോൾട്ട്, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന 12 വോൾട്ട് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് ഈ പവർ റിക്വയർമെൻറ്റ് പിന്നും കൂടി. പവർ എന്ന് പറയുന്നത് വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും ഒരു പ്രോഡക്റ്റാണ്. കറണ്ട് കൂടുക അല്ലെങ്കിൽ വോൾട്ടേജ് കൂടുക എന്നത് മാത്രമാണ് പവർ കൂട്ടാനുള്ളൊരു സൊല്യൂഷനായിട്ടുള്ളത്. ഇതിൽ വോൾട്ടേജ് കൂട്ടുമ്പോഴുള്ള ബെനിഫിറ്റ് കറണ്ട് കുറയുന്നു എന്നുള്ളതാണ്. കറണ്ട് കുറയുമ്പോൾ നമുക്കതിന് അത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ, ആ കറണ്ടിനെ മൂവ് ചെയ്യിക്കാൻ ആവശ്യമായ കേബിളിൻ്റെ വലിപ്പം കുറയുന്നു. കേബിളിൻ്റെ വലിപ്പം കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ കോസ്റ്റ് കുറയുന്നു, അതിൻ്റെ വെയിറ്റ് കുറയുന്നു, അതിലുള്ള ലോസസ് കുറയുന്നു. അങ്ങനെ ഒരുപാട് ലാഭങ്ങൾ നമുക്ക് വന്നു തുടങ്ങി. അപ്പോൾ 12 വോൾട്ട് സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറി. 12 വോൾട്ട് സിസ്റ്റത്തിൽ നമ്മൾ ഒത്തിരി കൊല്ലം, ഡെക്കേഡ്സോളം നമ്മൾ 12 വോൾട്ട് സിസ്റ്റത്തിലാണ് നിന്നത്. ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് വിൽക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാ വാഹനങ്ങളും 12 വോൾട്ട് സിസ്റ്റത്തിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞൊരു 10 വർഷത്തിൽ ഒരുപാട് അഡീഷണൽ സിസ്റ്റംസ് വാഹനങ്ങൾ വന്നു, ഒരുപാട് പവർ റിക്വയർമെൻറ്റ് വന്നു, അഡാപ്റ്റീവ് സസ്പെൻഷനൊക്കെ വന്നു. അപ്പോൾ ഇതിനെല്ലാം ഒരുപാട് പവർ റിക്വയർമെൻറ്റ് വീണ്ടും കൂടി. അപ്പോൾ ഒരു 12 വോൾട്ട് സിസ്റ്റം വെച്ചിട്ട് അതിന് പവർ കൊടുക്കാൻ ശ്രമിച്ചാൽ ഒരുപാട് കറണ്ട് കൊടുക്കേണ്ടി വരും. എഗെയിൻ ഹാർനസ്, കേബിൾ, തിക്നെസ്, വെയിറ്റ്, കോസ്റ്റ് എല്ലാം. വി വെൻറ്റ് ഫോർ എ 48 വോൾട്ട് സിസ്റ്റം. അതാണ് ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ്. ഒരു പക്ഷേ ടെസ്ലയൊക്കെ മാസ് മാർക്കറ്റിൽ നല്ലതുപോലെ കാണിച്ച ഒരു 48 വോൾട്ട് ആർക്കിടെക്ചർ ആണ് ഒരു പക്ഷേ ഇപ്പോൾ ഉള്ള ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നത്. ആൻഡ് ഗോയിങ് ഫോർവേഡ് നമ്മുടെ നാട്ടിലെയും വാഹനങ്ങൾ ഈ 48 വോൾട്ട് ആർക്കിടെക്ചറിലേക്ക് സ്ലോ ആയിട്ട് മാറും. വെൻ വി നീഡ് ദോസ് അഡീഷണൽ കോമ്പണൻസ്, അഡാപ്റ്റീവ് സസ്പെൻഷൻ പോലത്തെ സാധനങ്ങൾ വരുമ്പോൾ വി വിൽ ഓൾസോ ബി മൂവിങ് ടുവേർഡ്സ് 48 വോൾട്ട് ആർക്കിടെക്ചർ. ടെസ്ലയ്ക്ക് അതുകൊണ്ട് ഒരുപാട് ഉപയോഗം ഉണ്ടായിട്ടുണ്ട്. എസ്പെഷ്യലി ആ 48 വോൾട്ടിൽ പോയതിന് ശേഷം അവരുടെ ആ ഒരു സ്റ്റിയർ ബൈ വയർ എന്നുള്ളൊരു സിസ്റ്റം, അതിൽ കംപ്ലീറ്റ്ലി മെക്കാനിക്കൽ ലിങ്കേജസ് ഇല്ലാതെയാണ് ബിൽഡ് ചെയ്യുന്നത്. സോ ഒരുപാട് റിഡൻഡൻസികൾ, ഒരുപാട് മോട്ടേഴ്സ്, ഒരുപാട് ഫീഡ്ബാക്ക് മോട്ടേഴ്സൊക്കെ ആഡ് ചെയ്യേണ്ടി വന്നുകൊണ്ട് ഒരു ഹയർ വോൾട്ടേജ് പോകുന്നതായിരുന്നു എന്തുകൊണ്ട് അവർക്കൊരു ബെറ്റർ ഓപ്ഷൻ. കാരണം 12 വോൾട്ടിൽ ഇത്രയും പവർ സപ്ലൈ എന്ന് പറയുന്നത് ഇറ്റ് ഗെറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഡു. ഇതാണ് ഒരു കൺവെൻഷണൽ ഐസി എഞ്ചിൻ വാഹനത്തിൽ ഒരു ഹാർനസ്. നമ്മൾ വണ്ടിയുടെ ബോഡി പാനൽസൊക്കെ എടുത്ത് കളഞ്ഞ്, അകത്തെ കോമ്പണൻസ് എല്ലാം എടുത്ത് കളഞ്ഞ് ഹാർനസ് മാത്രം വെച്ചാൽ ഏറെക്കുറെ ഇങ്ങനെ ഇരിക്കും. അതിലിപ്പോൾ വണ്ടിയുടെ ഹെഡ് ലാമ്പ് ആയിരുന്നാലും ടെയിൽ ലാമ്പ് ആയിരുന്നാലും വൈപ്പറായിരുന്നാലും ഒരുവിധപ്പെട്ട എല്ലാ ഇലക്ട്രോണിക് കോമ്പണൻസും ഈ ഒരു ഹാർനസിൻ്റെ ഭാഗമാണ്. ഇനി ഈ ഹാർനസിനെ കൺട്രോൾ ചെയ്യാൻ തന്നെ മൾട്ടിപ്പിൾ സെപ്പറേറ്റ് മോഡ്യൂളുകൾ യൂസ് ചെയ്യാറുണ്ട്. ഈ ഐസി എഞ്ചിൻ വാഹനങ്ങളിലുള്ള ഇതേ ഹാർനസ് തന്നെയാണ് ഇലക്ട്രിക് വാഹനങ്ങളിലും ഉള്ളത്. ഇലക്ട്രിക് വാഹനങ്ങൾക്കും ഇത് തന്നെയാണ് ആവശ്യം, എക്സെപ്റ്റ് അവിടെ എഞ്ചിനില്ല. അപ്പോൾ എഞ്ചിനിലേക്ക് വൈദ്യുതി അയക്കേണ്ട കാര്യമില്ല, കൺട്രോൾ ചെയ്യേണ്ട കാര്യമില്ല. പകരം അവിടെ ഒരു പുതിയ സിസ്റ്റം വരും, അതാണ് ഹൈ വോൾട്ടേജ് ആർക്കിടെക്ചർ. സോ ഈ ഹൈ വോൾട്ടേജ് ആർക്കിടെക്ചറും ലോ വോൾട്ടേജ് ആർക്കിടെക്ചറും തമ്മിൽ സെപ്പറേറ്റഡ് ആണ്. ഇത് തമ്മിൽ വൈൽ പവർ അയക്കുന്നുണ്ടെങ്കിലും വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു കണക്ഷനിലൂടെ മാത്രമാണ് പവർ അയക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 48 വോൾട്ട് വരെയൊക്കെയാണ് ഒരു ഐസി എഞ്ചിൻ്റെ ഹാർനസ് ഡിസൈൻ ചെയ്യുന്നത്. ഇലക്ട്രിക് വാഹനങ്ങൾ മീൻവൈൽ ഡിസൈൻ ചെയ്ത് തുടങ്ങുന്ന തന്നെ ഒരു 250 വോൾട്ട്, 240 വോൾട്ട് അങ്ങനത്തെ റേഞ്ചസ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യൂഷ്വലി 440 വോൾട്ട് ടു 800 വോൾട്ടാണ് വർക്ക് ചെയ്യുന്നത്. 1200 വരെയൊക്കെ ഫ്യൂച്ചറിൽ ഡിസൈൻസ് പോയേക്കാം. ആൻഡ് ഈ കേബിളുകളെ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ ഒരു ഓറഞ്ച് ജാക്കറ്റഡ് ആയിട്ടുള്ള കേബിൾസാണ് യൂസ് ചെയ്യുന്നത്. ഈ കേബിൾസിന് ഈ കളർ കൊടുക്കുന്നതിനൊരു പർട്ടിക്കുലർ റീസൺ ഉണ്ട്. ഇതിൽ ഹൈ വോൾട്ടേജ് DC ആണ് പാസ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾ അണ്ടർ നോ സർക്കംസ്റ്റാൻസ് നിങ്ങളിത് ഊരാനോ ഇതിൽ ടച്ച് ചെയ്യാനോ പാടില്ല എന്നാണ് ഇതിൻ്റെ മീനിങ്. ആൻഡ് കംപ്ലീറ്റ്ലി എനർജൈസ് ചെയ്യാതെ ഇത്തരത്തിലുള്ള സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത് ഫെയ്റ്റലാണ്. കാരണം ഇതിന്നൊരു ഷോക്ക് കിട്ടിയാൽ ആളപ്പം തന്നെ വടിയാവും. ഇതൊരു ലൂപ്ഡ് സിസ്റ്റമാണ്. അതായത് നമ്മുടെ ഐസി എഞ്ചിൻ വാഹനങ്ങളുടെ ഹാർനസ് പല സ്ഥലങ്ങളിൽ ഷാസിയിലോട്ട് തന്നെ ഗ്രൗണ്ട് ചെയ്യും. പക്ഷേ ഇതൊരിക്കലും ഗ്രൗണ്ട് ചെയ്യില്ല. ഗ്രൗണ്ട് ചെയ്യില്ലെന്ന് മാത്രമല്ല, എങ്ങാനും അബദ്ധത്തിൽ ഗ്രൗണ്ട് ആയിപ്പോയി കഴിഞ്ഞാൽ ഈ എൻറ്റയർ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യാനുള്ള ഗ്രൗണ്ട് ഫോൾട്ട് ഡിറ്റക്ഷൻ പോലത്തെ സാധനങ്ങൾ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. കാരണം ഇത്രയും വലിയൊരു വോൾട്ടേജാണ്, നമുക്കൊരിക്കലും അത് ഷാസിയിലോട്ട് വിടാൻ സാധിക്കില്ല. ഈ ഒരു വ്യത്യാസം നിങ്ങളുടെ മനസ്സിൽ നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.